കേന്ദ്ര നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് ഹർത്താലായി മാറിയതോടെ ജനം വലഞ്ഞു. KSRTC പണിമുടക്കില്ല എന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനവും വെറും വാക്കായി. ചുരുക്കം ചില ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത്. പലയിടത്തും സമരാനുകൂലികൾ ബസ് തടഞ്ഞു. ജോലിക്കെത്തിയവർക്കെതിരെ ചിലയിടങ്ങളിൽ കയ്യേറ്റവും ഉണ്ടായി. പുതിയ 4 ലേബർ കോഡ് കൊണ്ടുവരുന്നതടക്കം കേന്ദ്ര നയങ്ങൾക്കെതിരെ BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമാണ്. കടകൾ തുറന്നില്ല, സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ചുരുക്കം ചില ഓട്ടോകൾ ഒഴിച്ചാൽ സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. KSRTC സർവീസ് നടത്തുമെന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാക്കുകേട്ട് യാത്ര പുറപ്പെട്ട പലരും പെരുവഴിയിലായി. ചുരുക്കം ചില സർവീസുകൾ മാത്രമാണ് KSRTC നടത്തിയത്. പണിമുക്ക് അറിഞ്ഞിരുന്നു, പക്ഷെ ഇവിടെ എത്തിയാൽ എന്തെങ്കിലും വഴി ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഹോസ്പിറ്റൽ കേസായതുകൊണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ പോലീസ് ഇങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞു. വളരെ ഉപകാരം. പോലീസിനെ വണ്ടി കിട്ടിയ ഗുണമായി. അയാൾ ആ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി പോവാണ്, ഏറ് കിട്ടുന്നു. ഏറ് കിട്ടും, അതിന് തയ്യാറിൻ്റെ പോയാൽ മതി. പിന്നെ ഇങ്ങനെ ഡ്രൈവർ ഇറങ്ങി ഇവിടെ കണ്ടു. KSRTC ഓടുന്നു ഗണേഷ് കുമാർ തന്നെ പറഞ്ഞു. KSRTC എന്തായാലും ഓടുന്നു. ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാറിനാൽ ഗണേശ് അഡ്മിറ്റ് ആക്കിയതാണ്. അപ്പോൾ വീട്ടിലൊന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരായി. കുട്ടീൻ്റെ വീട്ടിൽ മദ്രസക്കൊക്കെ പോണ കുട്ടിയാണ്, അവിടെ ആക്കും ചെയ്യാൻ വിചാരിച്ചിട്ട് പോന്നത്. അപ്പോൾ മന്ത്രി പറഞ്ഞു ഇങ്ങനെ ബസ് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഉറപ്പിൻ്റെ മുകളിൽ പോകുന്നത്. മിൽസ് ഹോസ്പിറ്റലിൽ നിന്നിട്ട് അവിടുന്ന് 50 രൂപയാണ് ഓട്ടോറിക്ഷയ്ക്ക്. പക്ഷെ ഞാൻ 100 കൊടുത്തിട്ടാണ് പോകുന്നത്. റിട്ടേൺ വാടക കിടക്കും. ഇവിടെ നോക്കുമ്പോൾ ബസ്സില്ല. എറണാകുളം സൗത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള KSRTC സമരാനുകൂലികൾ തടഞ്ഞു. കോഴിക്കോട് പാവങ്ങാട് ഡിപ്പോയിൽ നിന്ന് സർവീസ് തുടങ്ങാൻ സമരക്കാർ അനുവദിച്ചില്ല. പോകാൻ ഞങ്ങൾ വില്ലിങ്ങാണ്. പോലീസ് പ്രൊട്ടക്ഷൻ തന്നാൽ ഇപ്പോഴും ഞങ്ങൾ പോകാൻ വില്ലിങ്ങാണ്. പോലീസുകാരെന്താ പറയുന്നത്? പോലീസുകാർ ഒന്നും പറഞ്ഞില്ല. പോലീസുകാർ വിളിച്ചിട്ട് അവരിവിടെ ഒന്ന് നിൽക്കുക ചെയ്ത് ബസ് തടഞ്ഞിട്ടിരിക്കുകയാണ്. പോരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പ്രൊട്ടക്ഷൻ തന്നാൽ അന്നേരം ഞങ്ങൾ പോകും. കൊല്ലത്തും കാട്ടാക്കടയിലും KSRTC കണ്ടക്ടർമാർക്ക് മർദ്ദനമേറ്റു. അവരെ മർദ്ദിച്ചിട്ടുണ്ട് അതിനകത്തൊരാള്. അവരെ മുഖത്തടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു നീളം കുറഞ്ഞൊരു വെളുത്ത ഒരാള്, നമ്മളെ സ്റ്റാഫാണോ അല്ലയോ ഒന്നും അറിയത്തില്ല. വണ്ടിക്കകത്ത് കയറി അടിച്ചിട്ടുണ്ട് ഒരാള്. തല്ലിയെന്ന് പറഞ്ഞാൽ അവരിന്ന് പണിമുടക്കാനായിട്ട് സർവീസ് നടത്താൻ പറഞ്ഞാൽ തല്ലിയത്. മൂവാറ്റുപുഴയിൽ KSRTC ബസ്സിന് നേരെ സമരാനുകൂലികൾ കല്ലെറിഞ്ഞു. ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ അനൂപിനെ സമരക്കാർ കയ്യേറ്റം ചെയ്തു. തിരുവനന്തപുരം വിതുരയിൽ സമരക്കാരുമായുള്ള വാക്കേറ്റത്തിനിടെ KSRTC ഡ്രൈവർ ബോധരഹിതനായി. ഹെൽമറ്റ് ധരിച്ചാണ് പത്തനംതിട്ട ഡിപ്പോയിലെ ഡ്രൈവർ ഷിബു തോമസ് ബസ് ഓടിക്കുന്നത്. കോഴിക്കോട് മുക്കത്ത് സമരാനുകൂലികൾ ബാങ്കും മിനി സിവിൽ സ്റ്റേഷനും അടപ്പിച്ചു. കൊല്ലം പത്തനാപുരത്ത് ഔഷധിയുടെ മരുന്ന് വിതരണ ഗോഡൌൺ പൂട്ടിച്ചു. കൊല്ലത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ ഗേറ്റ് തുറക്കാൻ അനുവദിക്കാത്തത് പോലീസും സമരക്കാരും തമ്മിൽ വാക്കേറ്റത്തിനിടയാക്കി. ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായ നീലംപേരൂർ സ്വദേശി വിഷ്ണുവിന് മർദ്ദനമേറ്റു. പോസ്റ്റ്മാന്മാരുടെ ഗ്യാങ്ങിൽ ഇതിലേക്ക് വന്നു. പോസ്റ്റ്മാന്മാരെയും ഭീഷണിപ്പെടുത്തി തിരിച്ചു വിട്ടു. അതുപോലെ അപ്പം ഞാനപ്പം ഇവർ പെട്ടെന്ന് ഓടിച്ചെന്ന് ഞങ്ങളുടെ എല്ലാം വണ്ടിയുടെ കാറ്റ് വഴി വിടാൻ പോവാണെന്ന് പറഞ്ഞു. കാറിൻ്റെ ഇവിടെ കിടക്കുന്ന മുഴുവൻ കാറിൻ്റെയും ബൈക്കിൻ്റെയും കാറ്റ് ഊരിയിട്ട് ചില്ലും എല്ലാം ഞങ്ങളിപ്പോൾ തന്നെ തല്ലി പൊട്ടിക്കുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് ഞാനെൻ്റെ ഫോൺ എടുത്തു. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ, നീ ആരുടെ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു. എൻ്റെ ഫോണ് തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് എൻ്റെ നെഞ്ചിന് ചാടി ചവിട്ടി തലക്കിട്ട് ഒത്തിരി അടി അടിച്ചു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ആർമിയുടെ വാഹനം തടഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് പണിമുടക്ക് അനുകൂലികളും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. ആറ്റിങ്ങൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡ്യൂട്ടിക്കെത്തിയ അധ്യാപകന് മർദ്ദനമേറ്റു. കാസർഗോഡ് നീലേശ്വരം നഗരസഭയിൽ ജോലിക്കെത്തിയ NGO അസോസിയേഷൻ പ്രവർത്തകരായ 5 ഉദ്യോഗസ്ഥരെ സമരാനുകൂലികൾ പൂട്ടിയിട്ടു.
പണിമുടക്കുന്നവരെ വെല്ലുവിളിച്ചാൽ പ്രതികരണമുണ്ടാകുമെന്നും ഇന്ന് പണിയെടുക്കാൻ പാടില്ലെന്നുമായിരുന്നു ഇടതുമുന്നണി കൺവീനറും CITU സംസ്ഥാന പ്രസിഡന്റുമായ TP രാമകൃഷ്ണന്റെ പ്രതികരണം. 5 മാസക്കാലത്തെ പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാ വിഭാഗം ആളുകളോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ പണിമുടക്കുമായിട്ട് സഹകരിക്കും. അന്ന് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പുറത്തിറങ്ങി. ഇതിപ്പോൾ ഇന്നലെ അർദ്ധരാത്രി തുടങ്ങി, ഇന്ന് അർദ്ധരാത്രി വരെ ഒരു ദിവസം എല്ലാവരും സഹകരിക്കണം. ഈ പണിമുടക്ക് സമരത്തെ തന്നെ വെല്ലുവിളിക്കത്തക്ക നിലയിൽ, പണിമുടക്കിനെ പരാജയപ്പെടുത്തത്തക്ക നിലയിൽ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ കാലമത്രയും ഈ പണിമുടക്കിന് വേണ്ടി പ്രവർത്തിച്ച തൊഴിലാളികൾ ചെറിയ പ്രതികരണങ്ങൾ ഉണ്ടാവും. അത്രയും ഉണ്ടായിക്കില്ല. വേറെ ആക്രമണവും അതുപോലുള്ള സംഭവങ്ങളൊന്നും ഇതിന്റെ ഭാഗമായി. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ച് CITU ദേശീയ ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. അർദ്ധരാത്രി 12 മണിവരെയാണ് പണിമുടക്ക്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, News 18.